ഈ രീതിയിലുള്ള ന്യായവാദങ്ങൾ ഉണ്ട്. ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞ കാര്യം ഇന്ന് സെക്രട്ടേറിയറ്റിൽ നടന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പോകുവാൻ സംഘടനാ സംവിധാനം അങ്ങനെയല്ല. CPM-ന്റെ അത് താഴെ തട്ടുവരെ പരിശോധിച്ചേ അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ. അവരുടെ നിസ്സഹായാവസ്ഥയാണ് മഞ്ജുഷ. ഇവരുടെ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവർ ജയിച്ചിരുന്നുവെങ്കിൽ ഈ താഴെ തട്ട് വരെയുള്ള എങ്ങനെ ഞങ്ങൾ ജയിച്ചു എന്ന് താഴെ തട്ട് വരെയുള്ള വിശകലനങ്ങളും താത്വിക അവലോകനങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും അഭിപ്രായം പറയുക. ഇപ്പൊ ഇവര് പത്രസമ്മേളനം വിളിച്ച് പോലെ കുത്തി ചാടിയനെ ആകാശം മുട്ട ഞങ്ങൾ ജയിച്ചു അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഇല്ലേ. അപ്പൊ ഇത് വെറും ഈ സമയം ഇങ്ങനെ കൊണ്ട് നീട്ടി കൊണ്ടുപോയി പതുക്കെ ആൾക്കാർ ഇതൊന്ന് മറക്കുക. അപ്പോഴേക്ക് എവിടെ എന്തെങ്കിലും ഒരു കാരണം ഈ ഇവർക്കെതിരെ പുതിയ സർക്കാരിനെതിരെ കോൺഗ്രസിനെതിരെ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങ് പിടിച്ചു കയറി പോകും. അതുവരെയുള്ള സമയം നീട്ടിക്കൊണ്ട് പോലും മാത്രമാണ്. പിന്നെ മഞ്ജുഷ ചോദിച്ച വേറൊരു കാര്യമുണ്ട്, ഇവിടെ അജയചന്ദ്ര സാറിനോട് ചോദിച്ചത്, ഒരു രാഷ്ട്രീയ മര്യാദയില്ലേ ജയിച്ചവരെ അഭിനന്ദിക്കുക എന്നുള്ളത്? ഇങ്ങനെയുള്ള മര്യാദകൾ എന്തെങ്കിലും പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ മഞ്ജുഷ? ഏതെങ്കിലും കാലത്ത്? ഇനിയിപ്പം ഇതുവരെ ഇല്ലാതിരുന്ന മര്യാദ ഈ 80-ാം വയസ്സിൽ ഇനിയും പിണറായി വിജയൻ പഠിക്കണമെന്നൊക്കെ നമ്മൾ വെറുതെ ശാഠ്യം പിടിക്കരുത്. നമ്മൾ വല്ലാതെ നിരാശരാകേണ്ടി വരും. പിണറായി വിജയൻ ഒരിക്കലും അങ്ങനെയുള്ള മര്യാദകൾ കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അതോട്ട് അറിയുകയുമില്ല, അതിൽ അദ്ദേഹത്തിനോട്ട് വിശ്വാസവുമില്ല. അത് നമ്മളങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം ഒരു കാര്യമുണ്ട്, ഇപ്പൊ പിണറായി വിജയന്റെ ഒരു ലെജിസ്ലേറ്റീവ് ലൈഫ് നോക്കൂ. 96-ന് ശേഷം അദ്ദേഹം പിന്നെ അസംബ്ലിയിലേക്ക് എത്തുന്നത് 2016-ൽ മുഖ്യമന്ത്രിയായിട്ടാണ്. 96 വരെ അദ്ദേഹം CPM-ന്റെ ഒരു ജൂനിയർ മെമ്പർ മാത്രമായിരുന്നു. ജൂനിയർ മെമ്പർ കാര്യം പറഞ്ഞ വലിയ മഹാരഥന്മാരെ പാർട്ടിക്ക് അതിങ്ങനെ തകർത്ത് വാണുകൊണ്ടിരുന്ന സമയമാണത്. VS-ഉം കെ നായനാരും ശിവദാസ മേനോനും അങ്ങനെയുള്ള വലിയ ആൾക്കാർ. അല്ല, അത് CPM-ന്റെ അങ്ങനെയാണല്ലോ. കുറച്ചു കാലം സംഘടനാ പ്രവർത്തനങ്ങളിലായിരിക്കും, പിന്നെ കുറച്ചു കാലം പാർലമെന്ററി ജനാധിപത്യത്തിലായിരിക്കും. അത് CPM അങ്ങനെയാണല്ലോ. എല്ലാ കാലത്തും എല്ലാവരെയും പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് വിടാറില്ല.